എല്ലാവർക്കും നമസ്കാരം. വെർച്വൽ വൈബ്സ് ദി ലിറ്റിൽ ലാൻഡറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മളെല്ലാവരും ഭഗവാന്റെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നു. ഗുരുവായൂർ ഭഗവാന്റെ ഉത്സവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെയാണെങ്കിൽ ആറ്റുകാലമ്മയുടെ പൊങ്കാല സമർപ്പണമാണ്. അപ്പോൾ എല്ലാം കൊണ്ടൊരു ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു എന്താ പറയുക, സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് പൊങ്കാല ഇടാൻ തിരുവനന്തപുരത്ത് പോകാൻ പറ്റാത്തവർക്ക്, ആറ്റുകാലൊന്നും പോകാൻ പറ്റാത്തവർക്ക് എങ്ങനെയാണ് പൊങ്കാല വീട്ടിലിടാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മൾ ദേവിക്ക് സമർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലിരുന്നിട്ട് നമുക്ക് പൊങ്കാല ഇട്ടിട്ട് ദേവിക്ക് സമർപ്പിക്കാൻ പറ്റും. അതും ഭക്തിയോടെ, നിറഞ്ഞ മനഃശുദ്ധിയോടെ, നിറഞ്ഞ ശരീരശുദ്ധി മനഃശുദ്ധിയോടെ, നിറഞ്ഞ ഭക്തിയോടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് അർപ്പിക്കാൻ പറ്റും എന്നാണ്. അപ്പോൾ അത് വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും, പോകാൻ കഴിയുന്നില്ലെങ്കിൽ. അപ്പോൾ അത് വീട്ടിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ആദ്യം പൊങ്കാല ഇടുന്നത് എന്തിനാണ് എന്ന് പറയാം. ആറ്റുകാലമ്മയുടെ ഉത്സവം തുടങ്ങിയത് എങ്ങനെയായിരുന്നു? കാപ്പ് കെട്ടി ദേവിയെ കുടിയിരുത്തി, എന്നിട്ട് തോറ്റംപാട്ട് തുടങ്ങി. കുന്നത്തൂർ വീട്ടുകാരാണ് തോറ്റംപാട്ട് ചെയ്യുക. അപ്പോൾ തോറ്റംപാട്ട് എന്ന് പറയുന്നത് ശരിക്ക് ചിലപ്പതികാരത്തിൽ കണ്ണകീട് കോവലൻ്റെയും കഥയാണ്. അത് പാട്ട് രൂപത്തിൽ ഇങ്ങനെ തോറ്റംപാട്ട് ആയിട്ട് പാടുന്നത്. തെറ്റിദ്ധരിച്ച കോവലനെ പാണ്ഡ്യരാജാവ് വധിച്ചു. ആ ദേഷ്യത്തിൽ പാണ്ഡ്യരാജാവിനെ വധിച്ചു. മധുര രാജ്യം മൊത്തം കത്തിച്ചമ്പലാക്കിയിട്ട് കണ്ണകി ദേവി തിരിച്ചു വരികയാണ്. അത്രയും ദേവിയാവാൻ കാരണം അത് അത്രയും ഭക്തിയാണ്, അത്രയും ശുദ്ധയാണ്. അപ്പോൾ അവർ തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരുമ്പോൾ ദേവി കൊടുങ്ങല്ലൂരമ്മയാണ് അത് ശരിക്കും. അപ്പോൾ തിരിച്ചു വരികയാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ പൊങ്കാലയിട്ട് സ്വീകരിക്കുകയാണ് എന്നാണ് ഐതിഹ്യം പറയുന്നത്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഈ ദിവസം പൊങ്കാല ഇടേണ്ടത് എന്നാണ്. ആദ്യം തന്നെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാം. അപ്പോൾ ഒരുക്കങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ സമയം അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. സമയം അറിഞ്ഞിരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ശ്രീകോവിൽ നിന്ന് പണ്ടാര അടുപ്പിലേക്ക് ദീപം അല്ലെങ്കിൽ തിരി കൊളുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ നമ്മുടെ പൊങ്കാല അടുപ്പ് കത്തിക്കുക എന്ന് പറയുക. അപ്പോൾ ആദ്യം ആ സമയം എന്ന് പറയുന്നത് 10:15 എന്നാണ് പറയുന്നത്. അപ്പോൾ ടി വി ഒക്കെ ഉണ്ടെങ്കിൽ ടി വി ഓൺ ചെയ്ത് വെച്ചിട്ട് പണ്ടാരടുപ്പിൽ എപ്പോഴാണോ അവിടെ തിരി കൊളുത്തണേ അതിന് ശേഷം ഉടനെ തന്നെ നമ്മുടെ പൊങ്കാല അടുപ്പ് തിരി കൊളുത്തിയിട്ട് തുടങ്ങാം എന്നാണ് പറയുന്നത്. ഇനി പൊങ്കാലയുടെ ഒരുക്കങ്ങൾ പറയാം. ഒരുക്കങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് തന്നെ ഇപ്പം നാളെ ഇടണം എന്ന് തീരുമാനിച്ചിട്ടുള്ളവർ ഒന്ന് വൃത്തിയാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും. വീടും മുറ്റവും ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ മഞ്ഞൾ വെള്ളം തളിച്ച് ശുദ്ധാക്കി വെക്കുക. വീട്ടിൻ്റെ ഉമ്മറത്തെ മുറ്റത്താണ് പൊങ്കാല ഇടേണ്ടത്. പൊങ്കാല ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പൊങ്കാല അടുപ്പ് ഒരിക്കലും വീടിൻ്റെ മെയിൻ വാതിലിന് നേരെ ആവരുത്. ഏതെങ്കിലും ഒരു സൈഡ് മാറിയിട്ടേ പൊങ്കാല അടുപ്പ് വെക്കാൻ പാടുള്ളൂ. ഈ പൊങ്കാല അടുപ്പ് വെക്കുന്നത് കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന രീതിയിലായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം മുറ്റം ആദ്യം ഒന്ന് അടിച്ച് തളിച്ച് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ചാണകവെള്ളം തളിച്ച് വൃത്തിയാക്കും. ഇപ്പം നമുക്ക് മഞ്ഞൾ വെള്ളം തളിച്ച് വൃത്തിയാക്കാൻ പറ്റും. ദേവി തന്നെയാണ്. അപ്പോൾ മഞ്ഞൾ വെള്ളം തളിച്ച് ആ മുറ്റം ഒന്ന് വൃത്തിയാക്കിയിടുക. അതിനുശേഷം അടുപ്പ് വെക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. അടുപ്പ് വെക്കേണ്ടത് 3 കല്ലുകൾ വെച്ചിട്ട് അടുപ്പ് വെക്കാം, അല്ലെങ്കിൽ 6 കല്ലുകൾ വെച്ചിട്ടാണ് അടുപ്പ് വെക്കണം എന്ന് പറയാം. അപ്പോൾ 3 കല്ലുകൾ വെച്ചിട്ടാണ് അടുപ്പ് വെക്കണമെങ്കിൽ ആദ്യത്തെ കല്ല് കിഴക്ക് ഭാഗത്താണ് വെക്കേണ്ടത്. പിന്നെ 2 ഭാഗത്തും വലതു ഭാഗത്തും ഇടതു ഭാഗത്തും ഓരോ കല്ല് വെക്കുക. അപ്പോൾ 3 കല്ലുള്ള ഒരു അടുപ്പായി. ഇനി നമ്മൾ തിരിഞ്ഞ് നിൽക്കുന്നത് എന്തായാലും കിഴക്ക് ഭാഗത്തേക്കാണ്. അങ്ങനെ അല്ലെങ്കിൽ 6 കല്ല് അടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുറ്റും ഇങ്ങനെ അടുപ്പ് കല്ല് വെക്കണേ അല്ല. ഈ 3 കല്ല് വെച്ചിട്ടില്ലേ അതൊക്കെ ഡബിളാക്കിയിട്ട്, അതായത് ഇരട്ടക്കല്ലുകളാക്കിയിട്ട് വെക്കുക. 2 കല്ല് കിഴക്ക് ഭാഗത്ത് ആദ്യം വെക്കുക, 2 കല്ല് ഈ കിഴക്ക് ഭാഗത്ത് വെച്ച
കല്ലിൻ്റെ വലതുവശത്തും ഇടതുവശത്തും 2 കല്ല് വെച്ചിട്ട് 6 കല്ലുള്ള അടുപ്പുണ്ടാക്കാം. അങ്ങനെയായാലും മതി. അങ്ങനെയാണ് അടുപ്പ് വെക്കേണ്ടത്. ആദ്യം വെക്കുന്ന കല്ല് കിഴക്ക് ഭാഗത്ത് വയ്ക്കുക. അതാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ പറയാനുള്ളത്, നാളത്തേക്ക് എടുത്തു വെക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് ഈ അടുപ്പ് കത്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ എടുത്തു വയ്ക്കുക. അതായത് കൊതുമ്പും ചൂട്ടുമാണ് പറയുന്നത്. കൊതുമ്പും ചൂട്ടും വെച്ചിട്ടാണ് പൊങ്കാല ഇടേണ്ടത് എന്നാണ് പറയുക. സാധാരണ വേറെ വിറകുകളൊന്നും യൂസ് ചെയ്യാറില്ല. കൊതുമ്പും ചൂട്ടുമാണ് എടുക്കാറ്. അപ്പോൾ കൊതുമ്പും ചൂട്ടും എന്ത് ചെയ്യുക, റെഡിയാക്കി വയ്ക്കുക. പിന്നെ റെഡിയാക്കി വെക്കേണ്ട കാര്യങ്ങൾ, ആദ്യം നമുക്ക് പൊങ്കാല ഇടാനുള്ള സാധനങ്ങൾ പറയാം. പൊങ്കാല ഇടാനുള്ള സാധനങ്ങളിൽ ഒന്നാമതായിട്ട് നമ്മുടെ മൺകലം വേണം. മൺകലം ഉണ്ടാവണം. മൺകലമാണ് ട്രഡീഷണൽ എന്ന് പറയുന്നത്. മൺകലമാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇനി മൺകലം അവൈലബിൾ അല്ലെങ്കിൽ പുതിയ മൺകലം വേണം എന്നാണ് പറയുക. ഓരോ പൊങ്കാലയ്ക്കും പുതിയ മൺകലം ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രം എടുക്കാൻ പറ്റും. പക്ഷേ ട്രഡീഷണൽ എന്ന് പറയുന്നത് മൺകലം തന്നെയാണ്. മൺകലം എടുത്തു വയ്ക്കുക. പിന്നെ വേണ്ടത്, അതിനകത്ത് നേദിക്കാൻ പൊങ്കാല പായസം ഉണ്ടാക്കാനുള്ള ശർക്കര പായസം, കടും പായസമാണ് ശരിക്കും ദേവിക്ക് പൊങ്കാല ഇടേണ്ടത്. പാൽപ്പായസം ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ ഇത് ആണ് ശരിക്കും പറയുക. മണ്ടപ്പുറ്റ്, തെരളി ഒക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. അതേപോലെ ഞാനിപ്പോൾ ശർക്കര പായസം ഉണ്ടാക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ശർക്കര പായസം ഉണ്ടാക്കാനാണെങ്കിൽ പെട്ടെന്ന് വേവുന്ന, ഇപ്പം ഉണക്കല്ലരി വെച്ച് നമുക്ക് നല്ല പായസം ഉണ്ടാക്കാനൊക്കെ പറ്റും. പക്ഷെ ഉണക്കല്ലരി വേവാനും കുറച്ചുകൂടി സമയമെടുക്കും. അതിന് പകരം നമുക്ക് ചമ്പ പച്ചരി എടുക്കാൻ പറ്റും. ചമ്പ പച്ചരി എടുക്കുക, അല്ലെങ്കിൽ സാധാരണ പച്ചരി എടുക്കുക കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ അത് എടുത്ത് വയ്ക്കുക. പിന്നെ അതിനകത്തേക്ക് ശർക്കര എടുത്ത് വയ്ക്കണം. നാളികേരം ചെറുവിയത് എടുത്ത് വയ്ക്കുക. പിന്നെ വേണ്ടത് ചുക്കുപൊടി, ഏലക്കാപ്പൊടി, നെയ്യ്. ഇത്രയാണ് അത്യാവശ്യമായിട്ട് വേണം എന്നും പറയേണ്ട കാര്യങ്ങൾ. നെയ്യും സാധാരണ ഇല്ല, എന്നാലും നെയ്യ് ഒഴിക്കണം. അപ്പോൾ ഇതാണ് ഒരു പൊങ്കാല ഇടാൻ അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത്. അരി, ശർക്കര, നാളികേരം ചെറുകിയത്, ചുക്കുപൊടി, ഏലക്കാപ്പൊടി, നെയ്യ്. ഇത്രയും എന്തായാലും ഒരുക്കി വയ്ക്കുക. പിന്നെ അതിന് കൂടെ നമുക്ക് അഡീഷണലായിട്ട് വേണമെങ്കിൽ കിസ്മിസോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ഞാലിപ്പൂവൻ പഴം, രസകദളി പഴം, അങ്ങനെ ഏതെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ എക്സ്ട്രാ ആണ്. എന്ത് വേണമെങ്കിലും നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വേണ്ടത്, അത് പൊങ്കാല പായസത്തിലേക്കുള്ള കൂട്ടുകളാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ വേണ്ടത്, ഒരു കിണ്ടിയിൽ നമുക്ക് വെള്ളം വേണം. അതിലേക്ക് ഇടാനും നേദിക്കാനും ആവശ്യമായിട്ടുള്ള തുളസിപ്പൂവും തെച്ചിപ്പൂവ് ഉണ്ടെങ്കിൽ തെച്ചിപ്പൂവ് എടുക്കുക. തെച്ചിപ്പൂവാണ്, ദേവിയാണല്ലോ, നമുക്ക് എപ്പോഴും വേണ്ടത് തെച്ചിപ്പൂവ് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ തെച്ചിപ്പൂവ് ഉണ്ടെങ്കിൽ തെച്ചിപ്പൂവ് എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും പുഷ്പങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. തുളസിപ്പൂവും വേണം. അപ്പോൾ അത് നാളെ രാവിലെ എടുത്താൽ മതി. അത് എടുത്ത് വെക്കണം. പൊങ്കാല ഇടാൻ തുടങ്ങുന്നതിന് മുമ്പ് എടുത്ത് വെക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. പിന്നെ വേണ്ടത്, എപ്പോഴും നമ്മൾ ഏതൊരു പൂജ ചെയ്യുകയാണെങ്കിലും ആദ്യം ആരെ പൂജ ചെയ്യുക? നമ്മുടെ ഗണപതി ഭഗവാന്റെ പൂജയാണ് ചെയ്യുക. അതും ഭഗവാന് കിട്ടിയ അനുഗ്രഹമാണ്. അതായത് എന്ത് പൂജ ചെയ്യുകയാണെങ്കിലും ആദ്യം ഭഗവാന് കൊടുത്തിട്ടേ ബാക്കിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ എപ്പോഴും ഗണപതി പൂജ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഗണപതി പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇനി പറയാം. അതിന് നമ്മുടെ നിലവിളക്ക് വേണം. നിലവിളക്കിൽ 5 തിരിയിട്ട് ഭദ്രദീപമാണ് കൊളുത്തേണ്ടത്. അപ്പോൾ 5 തിരി റെഡിയാക്കി വെക്കുക. അത് എണ്ണയൊഴിച്ച് റെഡിയാക്കി വെക്കേണ്ട കാര്യമില്ല, സെപ്പറേറ്റ് മാറ്റി വെച്ചോളൂ. നാളെ മാത്രം എണ്ണയൊഴിച്ചിട്ട് തിരി അതിനകത്ത് ഇട്ട് വെച്ചാൽ മതി. ആദ്യം തിരി ഇട്ട് വെക്കരുത് എണ്ണയിൽ കേട്ടോ. അപ്പോൾ നിലവിളക്ക് വയ്ക്കുക. പിന്നെ 5 തിരികൾ കരുതുക. അതിലേക്ക് ഒഴിക്കേണ്ടത് നെയ്യാണെങ്കിലോ എണ്ണയായാലോ, എണ്ണ മീൻസ് നമ്മുടെ എള്ളെണ്ണയാണ് പറയുന്നത്, ഇതിലേതെങ്കിലും ഒന്ന് റെഡിയാക്കി വയ്ക്കുക. പിന്നെ വേണ്ടത്, പിന്നെ 3 തിരി എക്സ്ട്രാ എടുത്ത് വയ്ക്കുക. അതിൽ 2 തിരി എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വിളക്കിന്ന് പൊങ്കാല അടുപ്പിലേക്ക് ദീപം പകരാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ 1 തിരി എന്തിനാണെന്ന് വെച്ചാൽ ഗണപതി പൂജ ചെയ്യുമ്പോൾ ആരതി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 3 തിരി കൂടി എക്സ്ട്രാ കരുതി വെക്കണം. പിന്നെ വേണ്ടത് 2 തൂശനിലയാണ്, അതായത് നാക്കില.
2 വേണം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മുറ്റത്താണല്ലോ ചെയ്യുന്നത്. അപ്പോൾ വിളക്ക് വെക്കാനൊരു തൂശനിലയും പിന്നെ ഭഗവാന് കൊടുക്കാനുള്ള നൈവേദ്യം വെക്കാനുള്ള ഒരു തൂശനിലയാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ തൂശനിലയിൽ വെക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഏറ്റവും നിർബന്ധമായിട്ട് വെക്കേണ്ടത് ഒരു നാളികേരവും ഒരു പടല പഴമാണ് വെക്കേണ്ടത്. നാളികേരം എന്ന് പറയുമ്പോൾ ഇളനീരായാലും മതി, അല്ലെങ്കിൽ നാളികേരം തന്നെ, അതായത് മുറിക്കണ്ട, അല്ലാതെ വെക്കാം. അപ്പോൾ നാളികേരവും പിന്നെ ഒരു പടല പഴമാണ് നിർബന്ധമായിട്ട് വേണ്ടത്. അതിൻ്റെ കൂടെ നമുക്ക് അവിൽ, മലര്, ശർക്കര, കൽക്കണ്ടം, മുന്തിരി, ഇത്രയും നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഭഗവാൻ എന്ത് കൊടുത്താലും നല്ലത് തന്നെ എന്നുള്ള രീതിയിൽ കൂടുതൽ സമർപ്പിക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ വെക്കാം. ഇത്രയും സാധനങ്ങളാണ് സാധാരണ ഭഗവാന് നിവേദ്യത്തിനായിട്ട് വെക്കാറുള്ളത്, കരുതാറുള്ളത്. അപ്പം നാളികേരം, ഒരു പടല പഴം, പിന്നെ അതിൻ്റെ കൂടെ അവിൽ, മലര്, ശർക്കര, കൽക്കണ്ടം, മുന്തിരി, ഇത്രയാണ് ഭഗവാന് നേദിക്കാനായിട്ട് തയ്യാറാക്കി വെക്കേണ്ടത്. പിന്നെ വേണ്ടത് ഒരു കിണ്ടിയിൽ പറഞ്ഞു, കിണ്ടി വേണം. കിണ്ടിയിൽ നമുക്ക് വെള്ളം നിറച്ചിട്ട് നാളെ ചെയ്യേണ്ടതാണ് പറയണത്. നാളെ കിണ്ടിയിൽ വെള്ളം നിറച്ചിട്ട് അതിനകത്തൊരു തുളസിയില ഇട്ട് വെക്കുക. അപ്പം തന്നെ അത് തീർത്ഥജലമായി മാറിക്കഴിഞ്ഞു എന്നാണ് നമ്മുടെ വിശ്വാസം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ വായ അടച്ചു പിടിച്ചിട്ട് നമ്മുടെ ഗംഗേച്ച യമുനേ ചൈവ എന്ന മന്ത്രം ചൊല്ലി അതിനെ 7 നദികളെ ആവാഹിച്ചിട്ട് ആ കിണ്ടിയിലെ ജലത്തിലേക്ക് 7 നദികളെ ആവാഹിച്ച് അത് തീർത്ഥജലമാക്കി മാറ്റിയിട്ട് നമുക്ക് എടുക്കാം. അത് നാളെ തന്നെയാണ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് പൊങ്കാലയ്ക്ക് റെഡി ആവേണ്ടത് എന്ന് പറയാം. അപ്പോൾ ഇത്രയും മുന്നൊരുക്കങ്ങളാണ്. അതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കയ്യിൽ ഒരിത്തിരി വെള്ളം എടുത്തിട്ട് ഇന്ന് പൊങ്കാല സമർപ്പിക്കാൻ പോവുകയാണ് എന്നുള്ള സങ്കല്പം ചെയ്തതിന് ശേഷം നല്ല അലക്കി തേച്ച വസ്ത്രം ധരിക്കുക. നാളെ ആറ്റുകാൽ ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്ന് ദീപം എങ്ങടാണ് പണ്ടാരടുപ്പിലേക്ക് കൊളുത്തും എന്നാണ് പറയുന്നത്. അവിടുത്തെ നൈവേദ്യം തയ്യാറാക്കുന്നതിലേക്ക് ദേവിയുടെ ശ്രീകോവിലിൽ നിന്നുള്ള ദീപനാളം കൊണ്ട് അവിടുത്തെ പണ്ടാര അടുപ്പിലെ തിരി കൊളുത്തുമ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഇടുന്ന പൊങ്കാലയ്ക്ക് തിരി കൊളുത്തേണ്ടത് എന്നാണ് പറയുക അടുപ്പിൽ. അപ്പോൾ അതിന് മുമ്പ് അതൊരു 10:15 സമയം പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് TV ഓൺ ചെയ്ത് വെച്ചാൽ നമുക്ക് ആ കറക്റ്റ് ടൈം അവിടെ പണ്ടാര അടുപ്പിൽ തീ കൊളുത്തുന്ന സമയം അറിയാൻ പറ്റുമെങ്കിൽ അതിന് ശേഷം നമ്മൾ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ മഞ്ഞൾ വെച്ച് വെള്ളം വെച്ചിട്ട് ഈ അടുപ്പ് വെച്ചിട്ടുണ്ടല്ലോ 3 കല്ല്, അതിന് ചുറ്റും ഒന്ന് ശുദ്ധാക്കുക, തളിക്കുക. എന്നിട്ട് അതിന് ശേഷം ഈ അടുപ്പിൻ്റെ മുകളിൽ കലം വെച്ചിട്ട് റെഡി ആയിട്ടിരിക്കുക. 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കലം അതിൻ്റെ മുകളിൽ വെക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ സൈഡിൽ റൈറ്റ് സൈഡിൽ, അതായത് വലതുവശത്ത്, അടുപ്പിൻ്റെ വലതുവശത്തായിട്ട് തൂശനിലയിൽ ഭദ്രദീപം കൊളുത്തി നിലവിളക്ക് വയ്ക്കുക. അതിന് മുമ്പിൽ ഒരു നാക്കിലയിൽ അല്ലെങ്കിൽ തൂശനിലയിൽ നേരത്തെ പറഞ്ഞ ഗണപതിയുടെ നൈവേദ്യങ്ങൾ എപ്പോഴാണെന്ന് വെച്ചാൽ ഭദ്രദീപം, അതായത് നിലവിളക്ക് തിരി കൊളുത്തിയതിന് ശേഷമാണ് ഭഗവാന് അർപ്പിക്കാനുള്ള കാര്യങ്ങൾ തൂശനിലയിൽ കൊണ്ടുവയ്ക്കാൻ പാടുള്ളൂ. ആദ്യം സാധനം കൊണ്ടുവച്ചിട്ട് വിളക്ക് കൊളുത്താൻ പോകരുത്. വിളക്ക് കൊളുത്തിയതിന് ശേഷമാണ്, അതായത് വിളക്ക് കൊളുത്തി കഴിയുമ്പോഴാണ് അത് ഭഗവാനാണ് അല്ലേ, ഗണപതിയാണ് എന്നുള്ള സങ്കല്പം വരുന്നത്. അപ്പോൾ അത് വിളക്ക് കൊളുത്തിയതിന് ശേഷമാണ് നൈവേദ്യം അർപ്പിക്കേണ്ടത് എന്നാണ്. അപ്പോൾ നൈവേദ്യം വയ്ക്കുക. നൈവേദ്യം വെച്ചു അർപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കിണ്ടിയിലെ വെള്ളം തീർത്ഥജലമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു തുളസിപ്പൂവ് എടുക്കുക. തുളസിപ്പൂവ് എടുത്ത് ഈ തീർത്ഥജലത്തിൽ മുക്കി ആദ്യം ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിക്കുക എന്നുള്ള രീതിയിൽ നിലവിളക്കിൻ്റെ താഴെ നമ്മൾ അർപ്പിച്ച് തൊഴുക. ഞാൻ ഇന്ന് പൊങ്കാല ഇടാൻ സജ്ജായിട്ടുണ്ട്. ഭഗവാനെ ഒരു വിഘ്നങ്ങളും ഇല്ലാതെ അത് നടത്തിത്തരണേ, ഓം ഗം ഗണപതിയേ നമ മന്ത്രം ചൊല്ലിയിട്ട് ആ തുളസി പൂവ് ഭഗവാന്റെ പാദങ്ങളിലേക്ക് അർപ്പിക്കുക. അതിന് ശേഷം വീണ്ടും ഒരു പൂടി എടുത്തിട്ട് ഇതേപോലെ നമ്മുടെ കിണ്ടിയിൽ വെള്ളത്തിൽ മുക്കിയിട്ട് ഈ നൈവേദ്യത്തിൻ്റെ മുകളിൽ
ഭഗവാനെ ഈ നൈവേദ്യം കൈക്കൊള്ളണേ എന്ന് പറഞ്ഞിട്ട് നൈവേദ്യത്തിൻ്റെ മുകളിൽ ഇതേപോലെ അർപ്പിക്കുക. അപ്പോൾ ഭഗവാന് ഉള്ള നൈവേദ്യമായി. എന്നിട്ട് നമ്മൾ ഒരു തിരി എടുത്തിട്ട് ഭഗവാനെ ഒന്ന് ആരാധിക്കുക. ദീപാരാധന ചെയ്തതിന് ശേഷം അത് അവിടെ വയ്ക്കുക. എന്നിട്ട് പണ്ടാര അടുപ്പിൽ തിരി കൊളുത്തിന്ന് കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ചൂട്ടും കൊതുമ്പും വെച്ചിട്ടാണ് പറഞ്ഞുവല്ലോ അടുപ്പ് തെളിയിക്കേണ്ടത്. അപ്പോൾ അത് അടുപ്പിൽ വെച്ചതിന് ശേഷം ഈ ചൂട്ടിലേക്ക് നമ്മൾ കൊളുത്തി വെച്ചിട്ടുള്ള വിളക്കെന്ന് എന്ത് ചെയ്യുന്നു? തിരി കൊളുത്തുക. നമ്മൾ വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് തിരി എടുത്തിട്ട് അല്ലെങ്കിൽ ഈ ചൂട്ട് കത്തിക്കുക. എന്നിട്ട് അതിനകത്ത് നമ്മൾ വെള്ളം വെച്ചിട്ടുള്ള കലമുണ്ടല്ലോ, കലത്തിൽ വെള്ളം ഉണ്ടാവണം കേട്ടോ. ഓക്കെ, വെള്ളം വെച്ചിട്ടുള്ള കലത്തിൽ നമ്മൾ അരി ഉഴിഞ്ഞിടുക ചെയ്യുക. വെളിച്ചത്തിലേക്ക് അരി ഉഴിഞ്ഞിടുന്നതിന് മുമ്പ് ഒരു 2 മണി അരി എടുത്തിട്ട് അഗ്നിയിലേക്ക് സമർപ്പിക്കുക. അപ്പോൾ ഓരോ പിടി അരി എടുക്കുമ്പോഴും ഒന്ന് കലത്തിന് വലം വെച്ചിട്ട് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധകേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ എന്ന് പറഞ്ഞിട്ട് കലത്തിലിടുക. പിന്നെ അടുത്ത പിടി എടുക്കുക. അങ്ങനെ 3 തവണ ഈ കലത്തിന് ഒഴിഞ്ഞിട്ട് വേണം ഭഗവതിയുടെ ദേവിയുടെ ആറ്റുകാലമ്മയുടെ മന്ത്രം ചൊല്ലിയിട്ട് വേണം അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 3 പിടി ഇട്ട് കഴിഞ്ഞിട്ട് തീരുകയാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ബാക്കിയുള്ള അരി അതിനകത്തേക്ക് നമുക്ക് കുടഞ്ഞിടാം. അതിന് ശേഷം അത് തിളക്കട്ടെ. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അത് തിളച്ച് ഇങ്ങനെ തൂവും. അതിന് ശേഷം നമുക്കതിനകത്തേക്ക് നമ്മുടെ ബാക്കി, അതായത് വേവണമല്ലോ, അരി നല്ലോണം വേണ്ടതിന് ശേഷം മാത്രമാണ് ശർക്കര ചേർക്കാൻ പാടുള്ളൂ. അരി നല്ലോണം വേവട്ടെ, അതിന് ശേഷം മാത്രം ശർക്കര ചേർക്കുക. കഴിഞ്ഞിട്ട് ശർക്കര അതിലൊന്ന് അലിഞ്ഞ് ചേരട്ടെ. എന്നിട്ട് നാളികേരം ചേർക്കുക, നമ്മുടെ ഏലക്കാപ്പൊടി, പിന്നെ ഒരു നുള്ള് ചുക്കുപൊടിയും പിന്നെ നമ്മുടെ നെയ്യും ചേർത്ത് നന്നായിട്ട് ഇളക്കി തീയ് നന്നായിട്ട് കെടുത്തി വെക്കുക. കെടുത്തിയെന്ന് വെച്ചാൽ കനലൊക്കെ അവിടെ പിന്നെയും വേവാൻ പാടില്ല. കനലൊക്കെ മാറ്റി ഒരു ഇല എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ കലത്തിൻ്റെ മുകളിൽ അടച്ച് വയ്ക്കുക. അല്ലെങ്കിൽ വേറെ അടപ്പുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ അത് അടച്ചിട്ട് വയ്ക്കുക. കലം പായസത്തിൻ്റെ മുകളിൽ അടച്ചു വയ്ക്കുക. എന്നിട്ട് അവിടുത്തെ നൈവേദ്യം, ആറ്റുകാലമ്മയുടെ അവിടുത്തെ നൈവേദ്യം എപ്പോഴാണോ, അത് 1:15 എന്നാണ് അവർ സമയം പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 1:15 നീണ്ടുപോയാലും എപ്പോഴായാലും നമുക്ക് അവിടെ എപ്പോഴാണോ നൈവേദ്യം അർപ്പിക്കണേ അതിന് ശേഷം നമ്മളും ഇതേപോലെ തന്നെ തുളസിപ്പൂവും തെച്ചിപ്പൂവും എടുത്തിട്ട് ഇതേ കിണ്ടിയിലെ വെള്ളത്തിൽ എടുത്ത് ദേവിക്ക് മനസ്സാ നല്ലോണം പ്രാർത്ഥിച്ചിട്ട് ഇത് കൈക്കൊള്ളണേ ദേവി എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ പൊങ്കാലയിലേക്ക്, നമ്മുടെ പായസത്തിലേക്ക് പൂക്കൾ അർപ്പിക്കുക. ആ ജലവും പൂവും കൂടി അർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദേവി കൈക്കൊള്ളും, നമ്മുടെ പൊങ്കാല ദേവി കൈക്കൊള്ളും. എവിടെ ഇരുന്നിട്ടാലും ദേവി ആ പൊങ്കാല കൈക്കൊള്ളും എന്നാണ് പിന്നെ പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ നൈവേദ്യം പൂർത്തിയായതിന് ശേഷം ചിലപ്പോൾ 2:30 മുന്നത്തെ തവണ 2:30 ആയിരുന്നു സമയം, ഇപ്രാവശ്യം 1:15 എന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും ആ ടൈം നോക്കിയിട്ട് ചെയ്യുക. ഇതിന് ശേഷമാണ് ശരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ദേവിക്ക് നൈവേദ്യം അർപ്പിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനെ തോന്നുള്ളൂ. അങ്ങനെയല്ല, അതിന് മുമ്പ് അത്രയും നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും ചെറുതായിട്ട് വെള്ളമോ എന്തെങ്കിലും കുടിക്കുക. അതുവരെ നമ്മൾ വെള്ളം പോലും കുടിക്കുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ വെള്ളമോ എന്തെങ്കിലും ചായയോ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ശരിക്കും പറയുക, നിവേദിച്ചതിന് ശേഷം കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ എന്താണ്, ഇത്രയേ ഉള്ളൂ. ഇതാണ് ചെയ്യേണ്ടത്. വിളക്ക് കെടാതെ നിൽക്കുക. നിവേദ്യം കഴിയണ വരെ വിളക്കിന് കെടാതെ നോക്കണം. കഴിയുന്നതും ഉമ്മറത്തന്നെ ഉണ്ടാവുന്നതാണ് നല്ലത്. നിവേദ്യം സമർപ്പിക്കണ വരെ അവിടെ തന്നെ ഉണ്ടാവുക. തണലത്തേക്കൊക്കെ മാറിയിരിക്കുക, അല്ലാതെ ആ ഉമ്മറത്ത് ഭാഗത്ത് തന്നെ ഉണ്ടാവുന്നതാണ് നല്ലത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ പൊങ്കാല നമുക്ക് വീട്ടിൽ ചെയ്യാം. പൂർണ്ണ വിശ്വാസത്തോടെ, അർപ്പണബോധത്തോടെ, ഹൃദയത്തിൽ നിന്ന് ദേവിക്ക് പൊങ്കാല നമുക്ക് സമർപ്പിക്കാൻ പറ്റും. എല്ലാവർക്കും ആറ്റുകാൽ പൊങ്കാല ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നന്ദി,
നമസ്കാരം.